സംസ്ഥാന വഖഫ് ബോർഡിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ സർക്കാർ കോടതിയിൽ ഒത്തുകളിച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷവും സമസ്തയടക്കവുമുള്ള മുസ്ലിം സംഘടനകളും രംഗത്ത്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും ലജ്ജാകരമായ കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന് കളവ് പറയാനേ കഴിയൂവെന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. അപ്പോൾ ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിച്ചുവെന്ന് ഉമർ ഫൈസി മുക്കവും പ്രതികരിച്ചു. സർക്കാരിന് രണ്ട് ആളെ ഒഴിവുണ്ടെങ്കിൽ അവിടെ നിരത്താനുള്ള അധികാരം അവർക്കുണ്ട്. അത് നിർത്തിയാൽ മതി. BJPയുടെ കൂടെ പോയിട്ട് പരാതിയിലൊന്നും കൂട്ടിച്ചേരേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരൊക്കെ വടക്കാവാൻ വേണ്ടിട്ട്. പക്ഷെ BJP ഹർജിക്കാരനെ പിന്തുണയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നല്ലേ? കോടതി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണ്ടായിരുന്നല്ലേ? BJPയുടെ വാദത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണല്ലേ? അതും പിന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഗതി സർക്കാരിന്റെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ നേർത്തിയാൽ മതിയായിരുന്നു. ലീഗിനൊട്ടും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണോ ഈ വിഷയം? ലീഗ് ഗൗരവത്തിലും എടുത്തില്ല, അഗൗരവത്തിലും എടുത്തിട്ടില്ല. അത് നിസ്സാരമായ സംഗതിയായിട്ട് കണ്ട് BJPന്റെ കൂടെ പൊതുജനങ്ങളൊക്കെ ഇത് കാണില്ലേ എന്നൊരു ബോധെങ്കിലും വേണ്ടവർ. എനിക്ക് വോട്ട് തരുന്ന എന്റെ കൂട്ടത്തിൽ എന്റെ കൊടി പിടിക്കുന്ന ആൾക്കാര് ഇത് കാണും എന്നുള്ള ഒരു ജാള്യത പോലും ഇല്ലാത്ത ഒരു അന്ധമായ പണിയല്ലേ അവർ ചെയ്തത്. ബോർഡിന്റെ പ്രവർത്തന നിയന്ത്രണത്തിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഹൈക്കോടതി നിലപാട് സ്വീകരിക്കാതെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിനെതിരെയും സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. നമ്മോടൊപ്പം ഇതിന്റെ വിവരങ്ങളുമായി സരീഷാണ് ചെയ്യുന്നത്. സരീഷ്, ഒരു സർക്കാർ ഭരണത്തിലെത്തുമ്പോൾ ഈ ആരോപണങ്ങൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ പാർട്ടിക്കുള്ളിൽ തന്നെ മുന്നണികൾക്കിടെ തന്നെ വലിയ രീതിയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ സമസ്തയുടെ ഒരു അഭിപ്രായം കൂടി നോക്കുകയാണെങ്കിൽ ഈ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളല്ല ഇപ്പോൾ ഭരണപക്ഷത്തെത്തുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാവുന്നത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ UDFനെതിരെ അല്ലെങ്കിൽ UDFന്റെ ചില നിലപാടുകൾക്കെതിരെയൊക്കെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ, മതസംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ BJP അനുകൂല അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ഷോൺ ജോർജ് 2025 നിയമ ഭേദഗതി പ്രകാരം വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത 2 പേരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ഉൾപ്പെടുത്താതെയാണ് ഈ ബോർഡ് സർക്കാർ രൂപീകരിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിൽ ഈ ഹർജി നൽകുന്നു. ആ ബെഞ്ച്, ഹൈക്കോടതി ബെഞ്ച് ഇത് പരിഗണിക്കുന്നു. അതിൽ സർക്കാരിന്റെ വിശദീകരണം തേടുന്നുണ്ട്. അതിനുശേഷമാണ് ബോർഡിന്റെ വിശദീകരണം തേടിയത്. പക്ഷേ ബോർഡിന്റെ വിശദീകരണം തേടിയപ്പോൾ ബോർഡ് പറഞ്ഞത് എന്ത് സത്യവാങ്മൂലമാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത് എന്നറിയില്ല. അത് പഠിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായൊരു നിലപാടെടുക്കാനാവുകയുള്ളൂ. നിലവിലെ ഒരു സാഹചര്യത്തിൽ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടില്ല, നിലവിലെ ബോർഡ് കൃത്യമായാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു നിലപാടായിരുന്നു ബോർഡിൻ്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. പക്ഷേ അഡീഷണൽ സോളിസിറ്റർ ജനറൽ, കേന്ദ്രത്തിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഹാജരായത്. അദ്ദേഹം പറഞ്ഞത് ഒരു ഘട്ടത്തിലും, അതായത് കൃത്യമായി ഒരു മാർഗനിർദ്ദേശം ഉണ്ടാകുമ്പോൾ ആ മാർഗനിർദ്ദേശം പാലിക്കാതെയുള്ള നിയമനം അംഗീകരിക്കാനാകില്ല. എന്താണോ നിയമ ഭേദഗതി പ്രകാരം വരുന്നത് അത് കൃത്യമായി പാലിക്കണം എന്നൊരാവശ്യമാണ് സോളിസിറ്റർ ജനറൽ മുന്നോട്ട് വെച്ചത്. അത് പ്രകാരമാണ് ഹൈക്കോടതി താൽക്കാലികമായി നിലവിലെ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. അതിൽ പ്രധാനമായും പറയുന്നത് നിലപാടുകൾ എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസിഷനിലേക്ക് പോകാനോ ബോർഡിന് അംഗീകാരം ഉണ്ടാകില്ല എന്നാണ്. പ്രത്യേകിച്ച് ബോർഡ് അല്ലെങ്കിൽ നിയമത്തിലെ 14-ാം ഖണ്ഡിക ലംഘിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഹൈക്കോടതി കാണുകയും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു ഉത്തരവ് വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ്
ഈ ബോർഡ് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിരീക്ഷണം വന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടാകുന്ന UDF അല്ലെങ്കിൽ സർക്കാർ പിന്നോട്ട് പോയി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം ഈ സമസ്ത ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ LDF ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും സരീഷ്, എന്തായാലും വഖഫ് ബോർഡ് വിഷയത്തിലും കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്.